കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശബ്ദമായി പോകുന്നത് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ പ്രസ്ഥാനത്തിന് പറ്റുന്നത്? RSSനെതിരെ ശബ്ദിക്കേണ്ട സമയത്ത് മൃദു ഹിന്ദുത്വയോ, RSSനെതിരെ സംസാരിക്കാനുള്ള ചങ്കൂറ്റമില്ലായ്മയോ? നോക്കൂ, നിങ്ങൾ ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇനി എന്തു തന്നെ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും ആ പ്രശ്നങ്ങൾക്കെല്ലാം മേൽ നിൽക്കുന്ന ഇന്നത്തെ സമകാലികമായ ഒരു വലിയ ഡിസ്റ്റർബൻസ്, ഈ നാട്ടിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷതയാണ് എന്ന് പറയാതെ വയ്യ. ആ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കോൺഗ്രസ് ആണ് നിശബ്ദമായി പോകുന്നത് എന്നതാണ് വർത്തമാന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. 2002 ഫെബ്രുവരി 28 എഹ്സാൻ ജാഫ്രി എന്ന കോൺഗ്രസ് MP ഗുജറാത്ത് വംശീയ ഹത്യയുടെ ഭാഗമായി വിറക് കഷ്ണങ്ങൾക്കിടയിലിട്ട് കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞതിന്റെ ഓർമ്മ ദിവസമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 28. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരാൾക്ക് പോലും അതൊന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു വരി നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ നിങ്ങളുടെ ഔദ്യോഗിക പേജിലോ എഴുതി ആ കഴിഞ്ഞ കാലത്തിൽ നിങ്ങളോടൊപ്പം നിന്ന ആ MP-യെ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലും ആരുമില്ല, ഗുജറാത്തിലും ആരുമില്ല. ഗുജറാത്തിന്റെ PCC ഇന്നലെ ഇട്ട പോസ്റ്റ് എന്താ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഓർമ്മ ദിവസമാണ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ ഒതുക്കി കളഞ്ഞു. അത് അത്രമേൽ നിസാരവൽക്കരിക്കേണ്ട ഒരാളായിരുന്നോ ജാഫ്രി നിങ്ങൾക്ക്? 1977 ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് തൂഫാനായി പോയപ്പോൾ പിടിച്ചു നിന്ന ഒരേ ഒരു അംഗമാണ് ജാഫ്രി എന്ന് നിങ്ങൾ മറക്കണ്ട. ഈ ജാഫ്രിയുടെ ഒരു ഓർമ്മ ദിവസം വരുമ്പോൾ നിങ്ങൾക്കിങ്ങനെ നട്ടെല്ലില്ലാതെയായി പോകുന്നു എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. ആരെയാണ് നിങ്ങൾ രക്തസാക്ഷിയായി കാണുന്നത്? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇവരുടെയൊക്കെ ഓർമ്മ ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങൾ അനുസ്മരിക്കാം, അതിനുവേണ്ടി നിങ്ങൾ അനുശോചനം രേഖപ്പെടുത്താം, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഇങ്ങനെ ലൈവാക്കി നിർത്താമെന്ന് മാത്രമാണോ നിങ്ങൾ കരുതുന്നത്? അപ്പോ രക്തസാക്ഷിത്വത്തിന് നിങ്ങൾ നൽകുന്നത് പുതിയ മാനദണ്ഡമോ എന്ന് ചോദിക്കാതെ വയ്യ എന്നുള്ളതാണ്. നോക്കൂ, 3000-ൽ പരം മുസ്ലിങ്ങളെയാണ് അന്നത്തെ ദിവസം ആ ഗുജറാത്ത് വംശീയ ഹത്യയിൽ കൊന്നു കളഞ്ഞത്. അത്രമേൽ BJP ഗുജറാത്തിനെ പുനഃസൃഷ്ടിച്ച് നിങ്ങൾക്കിനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഗുജറാത്തിനെ വാർത്തെടുത്തു ആ വംശീയ ഹത്യയിലൂടെ. എന്നിട്ടും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരിടത്തു പോലും ഈ ഗുജറാത്ത് വംശീയ ഹത്യക്കെതിരെ പറയുന്നില്ല. ഒരിടത്തു പോലും നിങ്ങൾക്കതൊരു പ്രശ്നമായി മാറുന്നില്ല. മൃദു ഹിന്ദുത്വ ഒരിടത്തും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്താം, അല്ലാതെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു തീരുമാനം ഞങ്ങളിൽ നിന്നുണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഈ മറവിയെ ഞങ്ങൾക്ക് ഒരിക്കലും ഓർക്കുക, മറക്കുക എന്നുള്ള രീതിയിൽ കാണാൻ കഴിയില്ല. ഇത് ഓർക്കലിന്റെയോ മറക്കലിന്റെയോ പ്രശ്നമല്ല, ഇത് അവഗണിക്കലാണ്. നിങ്ങൾ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ വീണ്ടെടുക്കണം ഇന്ത്യയെ വീണ്ടെടുക്കേണ്ട ഈ സുപ്രധാനമായ ഘട്ടത്തിൽ മതനിരപേക്ഷത ഈ രാജ്യത്തിന്റെ ഒരു വലിയ രീതിയായി, വലിയ സ്വഭാവമായി മാറേണ്ട ഈ സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന ഈ ഒരു വലിയ മൗനം, RSSന്റെ, ഗാന്ധിയെ കൊന്നവരാണ് നിങ്ങളുടെ ഈ നാടിന്റെ പിന്നാമ്പുറങ്ങളിൽ വലിയ സ്വാധീനമായിരുന്ന എഹ്സാൻ ജാഫ്രിയെയും കൊന്നത് എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. ഈ നാടിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ഇന്നലെ അദ്ദേഹത്തെ ഓർത്തെടുത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത്.